ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് എ സർഫസ്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ കഴിഞ്ഞു. ഇനി ഓറിയൻറ്റേഷൻ ഓഫ് എ സർഫസ്, അത് ഉപയോഗിച്ചിട്ട് എന്താണ് ഫ്ലക്സ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓറിയൻറ്റേഷൻ. അപ്പോൾ എന്താണ് ഓറിയൻറ്റേഷൻ? ഒരു സർഫസ് ഓറിയൻറ്റബിൾ, സ്മൂത്ത് സർഫസ് ഓറിയൻറ്റബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നോർമൽ വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ട് എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള നോർമൽ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ നിന്നും ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ ഉണ്ടായിരിക്കണം, വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ എല്ലാ ഇതിനും ഉണ്ട് എങ്കിൽ അങ്ങനത്തെ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറിയൻറ്റബിൾ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സർഫസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് x, y, z എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കുണ്ട് എങ്കിൽ അവിടെ ഒരു നോർമൽ വെക്റ്റർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഓരോ പോയിന്റിലും പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് നോർമൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൈനസും ഉണ്ടാവും, മൈനസ് നോർമൽ ഫംഗ്ഷനും ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറിയൻറ്റബിൾ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഓറിയൻറ്റബിൾ അല്ലാത്തതിന് എക്സാമ്പിളാണ് മൊബിയസ് സ്ട്രിപ്പ്. മൊബിയസ് സ്ട്രിപ്പ് ഇങ്ങനെ വലിച്ചിങ്ങനെ വെച്ചിട്ടുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലുള്ള ചില പോയിന്റുകളിലുള്ള സർഫസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ ഒന്നിലൂടെ കടന്നു പോകും, നോർമലി കറസ്പോണ്ടിങ് ആയിട്ട് കടന്നു പോകും. അപ്പോൾ അത് അതിന് ടാൻജൻ്റ് ആവുകയും ചെയ്യും. അങ്ങനത്തെ പ്രശ്നമുള്ളത് കൊണ്ടാണ് മൊബിയസ് സ്ട്രിപ്പ് എന്തല്ലാത്തത്, ഓറിയൻറ്റബിൾ അല്ല. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷന്, ഒരു നോർമൽ വെക്റ്റർ ഫംഗ്ഷൻ അവിടെ കിട്ടുക എന്നുള്ളതാണ്. അതായത് ഒരു സ്മൂത്ത് സ്പേസ് ഉണ്ട് എങ്കിൽ നമുക്കറിയാം z = സം f of x, y എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ g of x, y, z എന്നും പറഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ z - f of x, y എന്നിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് അതായത് ഒരു ഓറിയൻറ്റബിൾ ഒരു സ്മൂത്ത് സർഫസ് ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ g of x, y, z = 0. അങ്ങനെയാണെങ്കിൽ നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ വെക്റ്റർ n = 1 ദാറ്റ് ഈസ് ഗ്രേഡിയൻ്റ് ഓഫ് g. ഗ്രേഡിയൻ്റ് നമുക്കറിയാം, ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ∂x പ്ലസ് ∂y പ്ലസ് ∂z അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് ഡെൽ എന്ന് പറയുന്നത്. ഡെൽ ഡോട്ട് ജി ആണ് ഗ്രേഡിയൻ്റ് ഓഫ് ജി എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഡെൽ ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ ∂g/∂x പ്ലസ് ∂g/∂y പ്ലസ് ∂g/∂z ഇവിടെ g of x, y, z എന്ന് പറഞ്ഞാൽ സർഫസിൻ്റെ, അതായത് z - f of x, y അല്ലെങ്കിൽ f of x, y - z രണ്ടും സെയിം തന്നെയാണ്, അതിൻ്റെ ഒരു എഫക്റ്റ് വരും. ഓക്കെ. അപ്പം അതായത് നോർമൽ വെക്റ്റർ ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ ആണ്, നോർമൽ യൂണിറ്റ് വെക്റ്റർ ആണ് നമ്മൾ എന്നിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഒരു സർഫസിൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ യൂണിറ്റ് വെക്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ആയിരിക്കും. ഗ്രേഡിയൻ്റ് വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്ററാണ്. ഒരു പ്ലെയിനോ ഒരു സർഫസിനോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്ററാണ് എന്ത്? ഗ്രേഡിയൻ്റ് വെക്റ്റർ. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് ജി ബൈ ലെങ്ത് ഓഫ് യൂണിറ്റ് വെക്റ്റർ ആണ്. നോർമൽ യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് ലെങ്ത് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് ജി, അതാണ് യൂണിറ്റ് വെക്റ്റർ. ഇനി ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫീൽഡ്, ഒരു സർഫസിലെ വെക്റ്റർ ഫീൽഡിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുമ്പം ഒരു ഫ്ലൂയിഡ്, ഒരു വെള്ളത്തിൻ്റെ എന്തിൻ്റെങ്കിലും ഇതുണ്ട്, വെലോസിറ്റി ഉണ്ട് ഇത്ര സ്പീഡിൽ എന്ന് വിചാരിക്കുക. f of x, y, z സ്പീഡിലായിട്ടുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ എന്തുണ്ട്? വെലോസിറ്റി സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. വെലോസിറ്റിയും സ്പീഡും എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെ ആയിപ്പോൾ. അങ്ങനെയാണെങ്കിൽ വോളിയം, അല്ലേ? ടോട്ടൽ വോളിയം ഓഫ് പെർ യൂണിറ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്ലക്സ്. ടോട്ടൽ വോളിയം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫ്ലക്സ് ഓഫ് എർത്ത് ത്രൂ എർത്ത്. ആ സർഫസിലൂടെ ഫ്ലക്സ് ഒഴുകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയം അല്ലെങ്കിൽ സം ഓഫ് ദി വോളിയം
അങ്ങനെ തന്നെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, എന്ത് ഫ്ലക്സ്? ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എസ്. ഡി എസ് എന്താണെന്ന് അറിയാലോ, റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് സ്ക്വയർ അല്ലേ പ്ലസ് എഫ് വൈ സ്ക്വയർ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ, ഡി എ ആണ്. ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുഞ്ഞാപ്പൂ എന്ന് പറയുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലക്സ് കണ്ടു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സാമ്പിൾ, എഫ് തന്നിട്ടുണ്ട്. എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു സെഡ് ജെ പ്ലസ് സെഡ് കെ ആണ്. സെഡ് ജെ പ്ലസ് സെഡ് കെ ആണ്. റെപ്രസെൻറ്റ് ദി ഫ്ലോ ഓഫ് എ ലിക്വിഡ് ആണ്. ഫൈൻഡ് ദി ഫ്ലക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സർഫസ് തന്നിട്ടുണ്ട് ഓറിയൻറ്റഡ് ബൈ സർഫസ് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു 6 - 3x - 2y. ഫസ്റ്റ് ഒക്ടൻറ്റ് അപ്വേർഡ്, ഓറിയൻറ്റഡ് അപ്വേർഡ്. ലിമിറ്റ് തന്നിട്ടുണ്ട് 0 ≤ x ≤ 2, y = 0. അതുപോലെ ഒരു ഇക്വേഷൻ ആണ് തന്നത് 3x + 2y = 6 എന്ന് പറയുന്ന ഒരു ലൈന്. ആ ലൈനുമാണ് ലിമിറ്റ്. അതിൽ നിന്ന് നമുക്ക് y = 2 എന്നും പറഞ്ഞിട്ട് കണ്ടെത്തുകയും വേണം. അത് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലക്സ് കാണണമെങ്കിൽ എന്താണ് n കാണണം. n കാണണമെങ്കിൽ g ഓഫ് x കോമ y കാണണം. അതൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ആൻസർ സൊല്യൂഷൻ തുടങ്ങുകയാണ്. ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ g ഓഫ് അല്ലേ. ഇവിടെ എന്താണ് z = എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് f ഓഫ് x കോമ y ആണ്. അങ്ങനെയാണ് എങ്കിൽ which implies നമുക്ക് g ഓഫ് x കോമ y കോമ z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ z മൈനസ് എഫ് ഓഫ് എക്സ് കോമ വൈ എക്സ് കോമ വൈ ആണ് അല്ലേ. ഇതാണ് സാധനം. അപ്പോൾ z ഈക്വൽ ടു തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് കോമ വൈ. അങ്ങനെയാണ് എങ്കിൽ സോ അല്ലേ ദാറ്റ് ഈസ് z ഈക്വൽ ടു 6 - 3x - 2y അല്ലേ തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് z മൈനസ് 6 പ്ലസ് 3x plus 2y equal to 0. Therefore, g of x comma y comma z എന്ന് പറയുന്നത് എന്താണ് z minus 6 plus 3x plus 2y. ഇനി ഡോ ബൈ ഡോ എക്സ് അല്ലേ, ഡെൽ ഓഫ് g എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ that is equal to ഡോ g by ഡോ x I cap plus ഡോ g by ഡോ y j cap plus ഡോ g by ഡോ z k cap. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രേഡിയൻ്റ് എന്ന് പറയും. അപ്പോൾ ഡോ g by ഡോ എക്സ്, ഇതിൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ്, ഇത് കോൺസ്റ്റൻ്റ് ആണ് 0 0 3 അല്ലേ 3i I cap പ്ലസ് ഇനി ഡോ g by ഡോ y 2y. അപ്പോൾ 2yലിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2j k cap j cap പ്ലസ് ഇനി അടുത്തത് എന്താ ഉള്ളത് സെഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കണം ഡോ g by ഡോ z. z ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ 0 ആയിപ്പോൾ ഡോ z by ഡോ z എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 k cap അല്ലേ, ഇതൊക്കെയാണ് വരുന്നത് 1 k cap. അപ്പോൾ ഇത്രയും സാധനങ്ങളായി. ഇനി നമുക്ക് എന്തും കൂടി കാണണം, ലെങ്ത്തും കാണണം. ഡെൽ ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 2ൻ്റെ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ റൂട്ട് ഓഫ് 9 പ്ലസ് 1 10 10 പ്ലസ് 14 that is root 14. Therefore n equal to നമുക്ക് കിട്ടി del g by length of del g, that is you will get എന്താ കിട്ടുക 3. ഇവിടെ നോക്കുക 3i cap, അതായത് 3i cap പ്ലസ് 2j cap പ്ലസ് k cap ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 14
that is equal to root of 14 that is equal അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് മനസ്സിലാവായില്ലല്ലോ. 3i cap പ്ലസ് 2j cap പ്ലസ് k cap അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഇനി ഫ്ലക്സ് ഈക്വൽ ടു ഇനി ലിമിറ്റ് ഹിയർ ലിമിറ്റിൻ്റെ നോക്കണം, ചെക്ക് ചെയ്യാണ്ട്. ഹിയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ് തന്നിട്ടുണ്ട്. 2 അല്ലേ? 2 ആണ് തന്നിട്ടുണ്ട് അല്ലേ? നോക്കുക അവിടെ ക്വസ്റ്റ്യൻ നോക്കുക, 2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ y ഈക്വൽ ടു 0 ഉണ്ട്, അതുപോലെ തന്നെ 3x പ്ലസ് 2y ഈക്വൽ ടു 6. ഇതിൽ നിന്നും ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2y ഈക്വൽ ടു ബാക്കിയുള്ള സമയത്തിൻ്റെ അപ്പുറത്ത് പോയാൽ 6 മൈനസ് 3x. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 6 മൈനസ് 3x ബൈ 2y that is 3 minus 3 by 2x. അപ്പം therefore നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് കിട്ടുക? 3 മൈനസ് 3 ബൈ 2x. ഇതാണ് ലിമിറ്റ്. അപ്പോൾ എക്സിലാണ് ടേം ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി ഫ്ലക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ അല്ലേ? ഡബിൾ ഇൻ്റഗ്രൽ ഓർ എസ് എന്താണ്? എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്തായിരുന്നു എഫ്? ഇവിടെ അല്ലേ മോള് ഫോർ എക്സ് സെഡ് ജെ പ്ലസ് സെഡ് കെ. അപ്പോഴത്തേക്കും ശ്രദ്ധിക്കാം. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് സെഡ് ജെ പ്ലസ് സെഡ് കെ ഡോട്ട് എൻ. എൻ എന്താ നോക്കുക? എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് 14 ഉണ്ട്. ദാറ്റ് ടേക്ക് ഔട്ട് സൈഡ്. ഞാൻ റൂട്ട് 14 1/√14 പുറത്തെടുത്തു. ഇനി ഇതിൽ എന്താണെന്നുള്ളത് 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇനി ഇൻറ്റു ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/√14. അതങ്ങനെ തന്നെ എഴുതുക, റൂട്ട് 14 ഉള്ളത്. ഓക്കെ, 1/√14 ഇൻ്റഗ്രൽ ഓവർ എസ് സെഡ് 3i ക്യാപ്പ് ഇവിടെ ഉണ്ട്. ഡോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഐ ക്യാപ്പ് 0 ആണ്, അപ്പോൾ 0 ആയിപ്പോൾ. പിന്നെ ഉള്ളത് ZJ ഇൻറ്റു 2j. ZJ ഇൻറ്റു 2. സെഡിൽ ജെ ക്യാപ്പിലുള്ളത് സെഡും 2 ആണ്. അപ്പം 2z പ്ലസ് ഇവിടെ ഒരു സെഡും ഇവിടെ 1 ആണ്. 1 ഇൻറ്റു 1 അതായത് 1 ഇൻറ്റു സെഡ് എന്ന് പറയുമ്പോൾ സെഡ് അല്ലേ? കെ ക്യാപ്പ് പോയി പോവും. കെ ക്യാപ്പ് ഡോട്ട് കെ എന്ന് പറയുമ്പോൾ 1 ആയിപ്പോൾ ഇൻറ്റു ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√14 അല്ലേ? ഇൻ്റഗ്രൽ ഓവർ എസ് 3ZDS. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഫ്ലക്സ്, അതായത് സെഡിൻ്റെ സ്ഥാനത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കൊടുക്കണം. ഇവിടുത്തെ സെഡ് എന്ന് പറയുന്നത് ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം? എഫ് വൈയും എഫ് എക്സും അറിയണം കേട്ടോ. സെഡ് ഈക്വൽ ടു എഫ് വൈ എഫ് എക്സ് ആണ്. അതായത് സെഡ് ഈക്വൽ ടു 6 മൈനസ് ഈ കുഞ്ഞാപ്പ് നമുക്ക് അറിയണം അല്ലേ? ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് തന്നെ അല്ലേ? അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 1/√14. അതങ്ങനെ തന്നെ. ഇനി എന്ത് ചെയ്യണം? എഫ് 1/√14 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഞാൻ ഇതിനെ മാറ്റാൻ പോവുകയാണ്, ആറിലേക്ക് റീജിയനിലേക്ക് മാറ്റി. 3 ഇൻറ്റു സെഡ്, സെഡിൻ്റെ സ്ഥാനത്താരാണ്? സെഡ് ഈക്വൽ ടു ദിസ്. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 3 കോമൺ, ടേക്ക് ഔട്ട് സൈഡ് എടുക്കായിരുന്നു അല്ലേ? 3
ടേക്ക് ഔട്ട് സൈഡ് ഞാൻ ഇവിടെ എടുത്തു 3. ഇനി സെഡിൻ്റെ സ്ഥാനത്ത് 6 മൈനസ് 3x മൈനസ് 2y. ഓക്കെ, അല്ലേ, ഇതാണുള്ളത്. ഇനി ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് fy സ്ക്വയർ പ്ലസ് fx f സ്ക്വയർ പ്ലസ് fy സ്ക്വയർ ഇൻറ്റു dx dy. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3/√14 അതങ്ങനെ തന്നെ എഴുതുക. ഇനി ഇൻ്റഗ്രൽ ഓവർ ആറും അങ്ങനെ തന്നെ എഴുതുക. 6 മൈനസ് 3x മൈനസ് 2y റൂട്ട് ഓഫ് 1 പ്ലസ് fy എന്ന് fx എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാപ്പൂനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യണം വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പ്ലസ് ഇനി അടുത്ത fy ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 ആണ്. 2 അല്ലേ, -2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ് കിട്ടുന്നത് അല്ലേ, ഇൻറ്റു dx dy. ഓക്കെ, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/√14 ഇൻറ്റു അല്ലേ, ഇതെന്താണ്? √14 ആണ്. അപ്പോൾ √14 ഞാൻ ടേക്ക് ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് dy ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് എക്സ് ആദ്യം എഴുതുക. 0 ടു എവിടം വരെയാണ്? 2 വരെയാണ്. അടുത്തത് y ആണ്. y എന്ന് പറയുന്നത് 0 ടു എക്സിൻ്റെ ടേമാണ്. y ഈക്വൽ ടു എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 3 മൈനസ് 3x/2 അല്ലേ, 3 മൈനസ് 3x/2 ഇൻറ്റു 6 മൈനസ് 3x മൈനസ് 2y. ആദ്യം dx dy dx. ഇനി ആദ്യം ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. ഇവിടെ √14 ക്യാൻസൽ വിത്ത് √14. ദെൻ യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലേ, 3 ഇൻ്റഗ്രൽ 0 ടു 2. ഞാനിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു y. ഡിവൈനെ കൊണ്ട് ഇതിനെക്കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 6y മൈനസ് 3xy മൈനസ് 2y²/2. ഓക്കെ, ഫ്രം 0 ടു 3 മൈനസ് 3x/2. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലേ, 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 ഇതിൽ അപ്ലൈ ചെയ്യണം. 3 വൈക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക നോക്കാം. 3x അല്ലേ, ഇതിലേക്ക് കൊടുക്കുക. അപ്പം വൈൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് വരും അല്ലേ, അതായത് 6 ഇൻറ്റു 3. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 6 വരുമ്പോൾ 6 ഇൻറ്റു 3 എത്ര? 18 അല്ലേ, മൈനസ് പിന്നെ അടുത്ത കുഞ്ഞാപ്പ് കൊടുക്കുമ്പോൾ 6 ഇൻറ്റു 3. അപ്പം 2നോട് ക്യാൻസൽ ചെയ്യുമ്പം എന്ത് വരും? 3 ഇൻറ്റു 3. അപ്പോൾ എന്താ വരിക? കറസ്പോണ്ടിങ് ആയിട്ട് 3 ഇൻറ്റു 3 9x/2. ഓക്കെ, റെഡി. ഇനി അടുത്തത് മൈനസ് 3x ഇൻറ്റു y. വൈൻ്റെ സ്ഥാനത്ത് 3 വരും. അപ്പോൾ എന്ത് വരും? 3x ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9x. ഇനി എന്താ വരിക? മൈനസ് 3x കൊടുക്കുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9 ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ x² അല്ലേ, /2. 2D ഉണ്ട്. ഓക്കെ, /2. ഇനി അടുത്തത് മൈനസ് 2y/2. 2 ക്യാൻസൽ, y മാത്രമാണ്. y എന്ന് പറയുമ്പോൾ മൈനസ് 3 മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ക്യാൻസൽ ആവും ഇവിടെ. ഇനി മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 3 മൈനസ് 3x കൊടുക്കണം. 3 അല്ലേ, മൈനസ് 3 മൈനസ് മൈനസ് എന്തായിപ്പോൾ പ്ലസ് 3x/2 പ്ലസ്
3x/2 അല്ലേ ഫ്രം വേർ ടു അത് കൊടുത്തു. ഇനി വൈൻ്റെ സ്ഥാനത്തൊക്കെ 0, എല്ലായിടത്തും 0 ഉള്ളത് കൊണ്ട് 0 - 0 - 0 0 ആയിപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റു dx. ഇനി എക്സിൻ്റെ കുറച്ച് ടേമുകളും കുഞ്ഞാപ്പുകളൊക്കെ ഉണ്ട് അല്ലേ, കുറച്ച് ടേമുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ 9x പ്ലസ് 3x/2 9x ഇവിടെ -9x കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × ഇൻ്റഗ്രൽ 0 to 2 18 മൈനസ് അടയ്ക്കുക 9x/2 ഉണ്ട്. ഇവിടെ 3x/2 ഉണ്ട്. അധികം ശ്രദ്ധിക്കുക, 9x/2 ഉണ്ട്, ഇവിടെ 3x/2 ഉണ്ട് അല്ലേ. ഇവിടെ -9x ഉണ്ട് അല്ലേ, -9x ഉണ്ട്. ഇതിനെ ഞാൻ 18x/2 എന്ന് എഴുതാം. -9xന് -18/2. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാലോ, മൈനസ് പ്ലസ് ആവും. പ്ലസ് 18 കൂടി ആകുമ്പോൾ അതിലേക്ക് 9 കൂടിയും 39 എന്തായി മാറും? 27x - 27x/2 ആവും. അതിൽ നിന്നും പ്ലസ് 3x/2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക 3 പോയിട്ടുണ്ട് എങ്കിൽ -24/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കേട്ടോ. എക്സിൻ്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഏത് കുഞ്ഞാക്കുക? മനസ്സിലേക്ക് ഇങ്ങോട്ട് പോകില്ലല്ലോ. 24ൻ്റെ -12x അല്ലേ. therefore ഇവിടെ -12x. ഓക്കെ, ഇനി അടുത്ത കുഞ്ഞാപ്പ് ഏതാണുള്ളത് നോക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലസ് 9x² അല്ലേ, പ്ലസ് 9x²/2. ഇനി ഇവിടെ -3 ഉണ്ട്, 18 പോക്കാൻ എന്നോട് വിട്ടുപോയി. അപ്പോൾ 18 പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുക? 18 അതോടെയും പോകുമ്പോൾ എന്ത് സംഭവിക്കും? 18 3 പോയാൽ 15. ദാറ്റ് മീൻസ് ഇത് 15 ആണ് കേട്ടോ. ഞാൻ ആദ്യം എഴുതിപ്പോയതാണ്. ദാറ്റ് ഈസ് ദിസ് ഇസ് 15 ഇൻറ്റു dx. ഇനി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക നോക്കാം. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 × ഇൻ്റഗ്രൽ 0 to 2 ഉള്ളത് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 15x - 12x²/2 പ്ലസ് 9x³ × 3 അല്ലേ ഫ്രം 0 to 2. ഇനി 3 ക്യാൻസൽ വിത്ത് 9, അപ്പോൾ 3 കിട്ടും. 2 ക്യാൻസൽ വിത്ത് 12, 6 കിട്ടും. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ദി ലാസ്റ്റ് കണ്ടീഷൻ 3 × ഇൻ്റഗ്രൽ 15x - 6x² പ്ലസ് 3x³/2 അപ്ലൈങ് 0 and 1. 0 അപ്ലൈ ചെയ്താൽ എല്ലായിടത്തും 0 ആയിരിക്കും എന്നുള്ളത് കിട്ടി. അപ്പോൾ 3 × അല്ലേ ഇൻറ്റു ഇവിടെ 2 ആണ് അല്ലേ. 2 കൊടുക്കുമ്പോൾ 2 × 15 എന്ന് പറയുമ്പോൾ 30 മൈനസ് 6 × 2² എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരുന്നത്? 2² എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 4. 6 × 4 അല്ലേ 24 അല്ലേ. 6 × 4 5 × 20 24 അല്ലേ 24 അല്ലേ 24. ഇനി അടുത്തത് 2³ 8 ആണ്. 3 × 8 എത്രയാണ് വരുന്നത്? 3 × ഇത് 8 അല്ലേ 2³ 8 അല്ലേ. 2³ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8. 8 × 3 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 28 24 അല്ലേ 24 എന്നല്ലേ വരുന്നത് അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് 24 അല്ലേ പ്ലസ് 24/2 2 വരുന്നുണ്ട്. അപ്പോൾ എത്ര വരിക? 12 അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു 3 × ഇനി
42 42 എന്ന് 24 അല്ലെങ്കിൽ 6 6 18 അല്ലേ? 6 18 അല്ലേ വരുന്നത്? കറസ്പോണ്ടിങ് ആയിട്ട് ഇതാ നോക്കുക. 30 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നുമില്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കണേ, തെറ്റുണ്ടോ നോക്കണേ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? എന്താണ് 6 പ്ലസ് 12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 18. ദാറ്റ് ഈസ് ഇൻറ്റു 3 ഇൻറ്റു 18. 3 ഇൻറ്റു 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? 3 ഇൻറ്റു 15 പ്ലസ് 3. അപ്പം 3 15 45 45 9 54 അല്ലേ? 54 അല്ലേ? 54 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 54 അല്ലേ? അപ്പോൾ 54 ആണ് ആൻസർ കിട്ടുന്നത്. ദിസ് ഈസ് അവർ ഫ്ലക്സ്. ഇതാണ് നമ്മളുടെ ഫ്ലക്സ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന ആളെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക് ആയിട്ടുള്ളത്. ഹോംവർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന് എഫ് തന്നിട്ടുണ്ട് xi പ്ലസ് 2zj പ്ലസ് yk. അപ്പോൾ സെഡിൻ്റെ സ്ഥാനത്ത് അവസാനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. സിലിണ്ടർ എസ് ഈസ് ദ പോർഷൻ ദാറ്റ് സിലിണ്ടർ ആണ്. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കണ്ടെത്തണം അല്ലേ? z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തുക? z ഈക്വൽ ടു z സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? 4 മൈനസ് y സ്ക്വയറിനെ കൊണ്ടുപോവുക. z ഈക്വൽ ടു റൂട്ട് ഓഫ് സംതിങ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അതാണ് എഫ്. ഇനി അടുത്തത് എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. 0 3 വൈൻ്റെ വാല്യൂസ് ഇതും തന്നിട്ടുണ്ട്. z 0 ആണ് തന്നിട്ടുണ്ട്. z ഇതിൽ 0 കൊടുത്തിട്ടുണ്ട് എങ്കിൽ വൈൻ്റെ വാല്യൂ കിട്ടും. അതായത് z 0 കൊടുത്താൽ എന്ത് കിട്ടും? y സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. y ഈക്വൽ ടു റൂട്ട് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പം y എന്ന് പറയുന്നത് 0 to 2 ആണ് എന്ന് കിട്ടും. ഓക്കെ, y എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യന് എഫ് എന്ന് പറയുന്നത് zk ആണ്. ഇത് തന്നിട്ടുണ്ട്. z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ g എന്ന് പറയുന്നത് z മൈനസ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയാൽ മതി. ഓക്കെ, വിത്ത് ദി സിലിണ്ടർ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സിലിണ്ടർ നമ്മൾ ആർ ഡി എ എന്നുള്ളിടത്തേക്ക് മാറ്റണം. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ലാസ്റ്റ് ആണ് കേട്ടോ മാറ്റേണ്ടത്, എല്ലാം കഴിഞ്ഞിട്ട്. ഡി എ എന്നുള്ളത് എന്ത് ചെയ്യുക? ആർ കോസ് തീറ്റ, സോറി ആർ ഡി ആർ ഡി തീറ്റ എന്നാക്കുക. എന്നിട്ട് ചെയ്യുക. അല്ലെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈക്വൽ ടു എന്താണ്? ആർ സ്ക്വയർ ഈക്വൽ ടു 4 സിംപ്ലൈസ് ആർ ഈക്വൽ ടു 2 അപ്ലൈ ചെയ്തിട്ട് ആറിൻ്റെയും ഇതിൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് എക്സിൻ്റെയും വാല്യൂസ് കണ്ടെത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ, ചോദിക്കാം. ഓക്കെ.